വിശ്വാസമല്ല, ഉറപ്പ്. മഹാനായ നോഹയെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറയുന്നുണ്ട്, വമാലക്കും ലാ തജ്അലൂ ലില്ലാഹി വഖാറ. എന്താ മനുഷ്യരെ നിങ്ങൾക്ക് പറ്റിയത്? എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്തത്? വിശ്വാസമില്ലാത്തതെന്നല്ല ചോദിച്ചത്, ഉറപ്പില്ലാത്തത്. ആ ഉറപ്പൊരാളുടെ ഹൃദയത്തിൽ കൈവന്നു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അയാൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരനുഭവം അയാൾ ഖുർആൻ കൊണ്ട് അയാൾ നേടിയെടുക്കും. ആ അനുഭവത്തിലേക്ക് നമ്മുടെ ഖുർആൻ പഠനം കൊണ്ട് എത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും അത്. നമ്മുടെ സമയം ഇതിനു വേണ്ടി കൂടി നമ്മൾ നീക്കിവെക്കുമ്പോൾ വെറുതെ ഒരു വായനയല്ല. സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ പോലെയുള്ള വലിയ വലിയ അധ്യായങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ അധ്യായങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുന്നതാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം ഇങ്ങനെ കൊണ്ടുവന്നു വരും. കാസർഗോഡുള്ള ഒരു സഹോദരി പറഞ്ഞതാണ്, നമ്മോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി. പിന്നെ 2 ആൺകുട്ടികളുണ്ട്. അവർ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതാണ്. 2 മക്കളും ആ പുഴയിൽ മുങ്ങി മരിച്ചു. ജീവിതത്തിൻ്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയൊരു ഉമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവർ പറയാണ്, ഈ ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ല, ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഉദിരംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരാളുണ്ട്, ഭാര്യ മരിച്ചു, കിണറിൽ വീണിട്ട് ഭാര്യ മരിച്ചു, മകൻ മരിച്ചു, മകളും മരിച്ചു. പനി വന്നിട്ട് മകൻ മരിച്ചു, ഒരു ആക്സിഡൻറ്റിൽ മകളും മരിച്ചു. അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു. ഇവരുടെ ചെറിയ കുട്ടികളെ ഈ വല്യപ്പയുടെ കയ്യിലുള്ളത്. അദ്ദേഹം പറയാണ്, എനിക്ക് സമാധാനം ഖുർആൻ മാത്രമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹത്തിന് ഖുർആൻ മാത്രമേ സമാധാനം ഉണ്ടാവൂ. നമുക്ക് സമാധാനമായിട്ടോ സന്തോഷമായിട്ടോ തോന്നുന്ന ഒന്നും അദ്ദേഹത്തിന് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ അനുഭവിക്കാൻ കഴിയില്ല. നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും മൂടിക്കെട്ടി നിൽക്കുന്ന ദുഃഖം കൊണ്ട്, ഘനീഭവിച്ച് കിടക്കുന്ന സങ്കടം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷവും സന്തോഷമായിട്ട് തോന്നൂല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖുർആൻ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത്. തരും. ഖുർആനിൻ്റെ വാഗ്ദാനമാണത്. ആ സമാധാനം നമുക്ക് തരുന്നുള്ളൂ. കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർ പറയും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അവസാനം സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറയാണ്, 9ാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പങ്ങളാണ്, എന്ത് പറ്റിയെന്നറിയില്ല, നോർമലായൊരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ്, സിസേറിയന് വേണ്ടി വരുന്നത്. ഈ കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോവുകയാണ്. വല്ലാത്ത സങ്കടം. അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവർ ഒരുങ്ങുകയാണ്. ഒരുങ്ങി എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു, അല്ല നമുക്ക് തന്നെയാണല്ലോ ഇങ്ങനെയുള്ളൊരു പ്രയാസം തന്നത്, പക്ഷേ നമ്മളെ തന്നെയാണല്ലോ ഇതിന് തിരഞ്ഞെടുത്തത്. ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ്, ഖുർആൻ പഠിച്ച പെൺകുട്ടി, 20 or 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവൾ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പടച്ചോൻ. ആ പടച്ചോൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് അവൾ പറഞ്ഞതാ. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ പോരെ, ആ കുട്ടി ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും. അവൾ പറയാണ്, ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് പ്രാർത്ഥനാമുറിയിലേക്ക് ഓടിച്ചെന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കേൾക്കാനേ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു. ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും. വലനബലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വലനബലുവ അഖ്ബാറക്കും. ഖുർആൻ പറഞ്ഞതാ, പരീക്ഷണം മാത്രം തരുന്നല്ല പറഞ്ഞത്, നിങ്ങളെന്താണ് പറയുന്നത് എന്ന് നോക്കും. നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട്. ഇവളുടെ സംസാരം അല്ലാഹ് പരീക്ഷിച്ചു. ഇവളെന്താ പറഞ്ഞത്? എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും. ആ റബ്ബ് കൂടെ ഉണ്ടായി. ഡോക്ടർ പോലും പറഞ്ഞത് എന്ത് മിറക്കളാണ് സംഭവിച്ചതെന്ന്. സുഖപ്രസവമായിരുന്നു. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. 3 വയസ്സുകാരനായ ആ കുട്ടി ചുറുചുറുക്കോടുകൂടി ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട്.
മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങരംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. എന്താണിത്? ഇത് ഖുർആൻ പഠിക്കുമ്പോഴാണ് അറിയണത്. ഇന്നലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞതാ, എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ പിന്നെ മയക്കുമരുന്ന് കേസിൽ കുവൈത്തിൽ പിടിയിലായി. ആ കേസിൽ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെയാണ് സംഭവം. അപ്പോൾ ഈ പെൺകുട്ടിയോട് കുടുംബങ്ങളൊക്കെ പറഞ്ഞു, 1-2 വർഷങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, നീ വേറെ കല്യാണത്തിന് ഒരുങ്ങണമെന്ന്. അവൾ പറഞ്ഞു, ഞാനൊരുങ്ങൂല, തിരിച്ചു വരും. തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവൾ പറഞ്ഞതാ, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും, അതാണ് എനിക്ക് അഭയം. തിരിച്ചു വന്നില്ലെങ്കിലും ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സന്തോഷിക്കും. 6 മാസം പോലും കഴിഞ്ഞിട്ടില്ല. അതിനിടക്കാണ് കുവൈത്ത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കിയ ഉടനെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ ജയിലുകളും തുറന്നിടാണ്. സുന്ദരമായി അദ്ദേഹം നാട്ടിലേക്ക് വന്നിറങ്ങി. ഒരു കാര്യം കൊണ്ട് വേറൊരു ഗുണം അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ നൽകുകയാണ്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നൽകുക. കാരണങ്ങളെ അള്ളാഹു ഉണ്ടാക്കും. കാരണങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും. നമ്മളറിയാത്ത വിധം നമുക്ക് വഴികൾ തുറന്നു തരുന്നു. അള്ളാഹ് പറഞ്ഞതാണിത്. ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ് മഞ്ചേരിക്കടുത്തുള്ള ആനക്കയ എന്ന് പറഞ്ഞു. നമ്മൾ സ്വഹാബികളുടെ ചരിത്രവും ചരിത്രത്തിൽ നിന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ല, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് നമുക്ക് അറിയണം. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഈ മഴയെ അനുഭവിക്കുന്നത് എന്നറിയണം. ഈ കാരുണ്യത്തിൻ്റെ മഴയെ എങ്ങനെയാണ് അവർ അനുഭവിക്കുന്നത് നമുക്കറിയണം. 2 കിഡ്നിയും ഫെയിലിയറായി ഭാര്യയ്ക്ക്. അപ്പോൾ ഡോക്ടർ പറയാണ്, വളരെ പെട്ടെന്ന് നിങ്ങളത് മാറ്റിവെക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. എത്ര പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന്. അപ്പോൾ ഈ ഭാര്യ പറയണം, ആയിക്കോട്ടെ, പക്ഷേ എനിക്കൊരു ഉംറ ചെയ്യണം, അത് കഴിഞ്ഞ് വന്നിട്ട് മതിയെന്നത്. അങ്ങനെ ഉംറയ്ക്ക് വരികയാണ് അവർ. ഉംറ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കാനുള്ള ഓരോ അവസരങ്ങളാണ്. അവർ ഉംറയിൽ നിറയെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു അവരുടെ ആ തീർത്ഥാടനം. അങ്ങനെ തിരിച്ച് നാട്ടിലേക്കെത്തി. മാറ്റിവെക്കാനുള്ള ഒരുക്കങ്ങളാണ്. ആ ഒരുക്കങ്ങൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു, ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന്. ഡയഗ്നോസ് ചെയ്തു. ഡോക്ടർ പറയാണ്, 2 കിഡ്നിക്ക് ഒരു കുഴപ്പം കാണില്ല. വിശ്വസിക്കും നിങ്ങൾ? വിശ്വസിച്ചേ മതിയാവും. അത്ഭുതങ്ങൾ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നമ്മൾ. അതേ സ്ഥലത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, വളരെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. 9 വർഷം മക്കളില്ലായിരുന്നു. 9 വർഷം കിട്ടാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. അവസാനം കൊടുങ്ങല്ലൂരിലെ ഒരു ചികിത്സാലയത്തിൽ 2 വർഷം കിടന്നു. പൈസ ഒക്കെ തീർന്നുപോയി. പണം തീർന്നതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം പറയാം, പണം ഇല്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ വകയില്ല. ഞങ്ങളുടെ തഹജ്ജുദിൻ്റെ ഇതായിരുന്നു പിന്നീടുള്ള രാത്രി മുഴുവനും പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നിറച്ചു വന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ എന്ന് അവർ പറഞ്ഞ 3 ചുറുചുറുക്കുള്ള മക്കളുണ്ടെന്നവന്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടും. ദൈവവിശ്വാസത്തിൻ്റെ കരുത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ നമ്മളറിയും. അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ കാണും. ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമല്ല, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും. അള്ളാഹു റഹ്മാനാണ്, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂലാന്ന്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ നമ്മുടെ ഖുർആൻ പഠനം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, നാട്ടിൽ അദ്ദേഹം വളരെ മോശമായൊരവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു. എല്ലാ കുരുത്തക്കേടിലും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാ തിന്മകളിലും, തിന്മ നിറഞ്ഞ കമ്പനികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വൈരക്കേട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് വാപ്പ. അപ്പം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറയാണ്, ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിലേറെ സൗകര്യങ്ങളാണ്. നാട്ടിൽ എന്നെ ശാസിക്കാൻ കുറച്ച് ആളുകളുണ്ട്, ഇവിടെ അതിന് പോലും ആളില്ല. എല്ലാ സൗകര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതിനിടക്കാണ് ഒരാൾ വന്നിട്ട് എനിക്കൊരു ഖുർആൻ പരിഭാഷ കൊണ്ടുവന്നതെന്ന്. ഞാനതിങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിത് മനസ്സിലാക്കാൻ വൈകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ പഠിക്കാൻ ഞാൻ തുടങ്ങണം. ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം പറയാം, അള്ളാഹുവിനെ മനസ്സിലായതോടുകൂടി എൻ്റെ മനസ്സിന് കൈവന്നൊരു ശക്തിയുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയല്ലാതായി മാറി.
അദ്ദേഹമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞത്. ഒരു ഹവായി ചെരുപ്പും കുറച്ച് വസ്ത്രമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത്. എന്തിനാ പേടിക്കുന്നത്? ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു എനിക്ക് തന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഓതിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹ എന്ന ചെറിയൊരു അധ്യായമാണ്. ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ ഖുർആൻ കടന്നു വരും, അയാളുടെ വാക്കുകളിൽ ഖുർആൻ കടന്നു വരും, അയാളുടെ ശൈലിയിലും സമീപനത്തിലും ഖുർആൻ കടന്നു വരും. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യാണ് വല്ലുഹ വല്ലൈലി ഇദാ സജ. ലുഹ എന്നൊരു നേരമുണ്ടല്ലോ, ഉച്ച സമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം, അതൊരു സത്യമാണ് എങ്കിൽ അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യം. വല്ലൈലി ഇദാ സജ, രാത്രി മൂടിക്കെട്ടുമ്പോൾ ശാന്തമാകുമ്പോൾ അതൊരു സത്യമാണോ? രാത്രി എന്നതൊരു സത്യമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നത് സത്യമാണ്. എന്നിട്ട് പറയാം മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും വെറുക്കൂല. നിന്റെ രക്ഷിതാവേ നിന്നെ ഒരിക്കലും വെറുക്കൂല, നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല, നിന്നെ ഒരിക്കലും കൈവിടില്ല. വലൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഊല. ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് വരാനിരിക്കുന്ന ലോകമാണ്. വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. നിന്റെ റബ്ബ് നിനക്ക് തരുടോ, എന്തിനാ നീ പേടിക്കുന്നത്? ഇവിടെ കിട്ടാത്തതൊക്കെ നിനക്ക് അവിടെ കിട്ടും. അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തരും. അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നിനക്ക് തരും. തന്നു കഴിഞ്ഞാലോ ഫതർദ, അപ്പൊ നിനക്ക് സന്തോഷമാകും. അലം യജിദിക യതീമൻ ഫആവ. നീ ഒരു അനാഥനായിരുന്നില്ലേ, നിനക്ക് അഭയം നൽകിയില്ലേ നിന്റെ റബ്ബ്. വവജദക ദാല്ലൻ ഫഹദ. നീ വഴികെട്ടവനോ വഴിയിൽ അറിയാത്തവനോ വഴികേടിലോ ആയിരുന്നില്ലേ, അവിടെ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ നാഥൻ. വവജദക ആഇലൻ ഫഅഗ്ന. നിന്നെ അലഞ്ഞു തിരിയുന്നവനായി കണ്ടില്ലേ, നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതുകൊണ്ട് അനാഥനായൊരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അവനെ അവഗണിക്കരുത്. നിന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയും. വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും നൽകിയിട്ടല്ലാതെ നീ അയാളെ പറഞ്ഞയക്കരുത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളില്ലേ, അതിനെക്കുറിച്ച് നീ പറയണം. നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം. നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന, നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന റഹ്മത്തുകളെക്കുറിച്ച്, നിഅമത്തുകളെക്കുറിച്ച് നീ പറയണം. സംസാരത്തിൽ അത് പറയണം. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് പറയണം. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ളൊരു പദമാണ് റഹ്മാൻ, റഹീം, അർഹമുർ റാഹിം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കാരുണ്യം, കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയൊരവസ്ഥയാണ്. ഏറ്റവും പരമ കാരുണ്യവാൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരാൾ കാരുണ്യമില്ലാതെ വേറെന്തെങ്കിലും തരുമോ? കാരുണ്യമല്ലാതെ വേറെന്തെങ്കിലും തരുമോ? അങ്ങനെയുള്ള ഒരാൾ നമുക്കൊരു പക്ഷേ കാരുണ്യമായിട്ട് തോന്നണമെന്നില്ല. രോഗങ്ങളാകാം, പ്രതിസന്ധികളാകാം, വേദനകളാകാം. ഇപ്പം തുരുമ്പ് പിടിച്ചൊരു കത്തി നമ്മളൊരു കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മൂർച്ച കൂട്ടിത്തരണമെന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ആ കത്തി എടുത്തിട്ട് തീയിലേക്ക് വെക്കുക ചെയ്യുന്നു. തീയിലേക്ക് വെച്ച് ചുട്ട് പഴുത്ത് ചുവന്നതിന് ശേഷം ആ കത്തി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ്? അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അതിനെ അടിച്ച് പരുവപ്പെടുത്തുക ചെയ്യുന്നു. ആ അടിച്ച് പരുവപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ പുറത്തെടുത്തിട്ടൊന്ന് മിനുസപ്പെടുത്തിയാൽ എത്ര സുന്ദരമായിരിക്കും ആ കത്തി, എത്ര മൂർച്ചയുള്ളതായിരിക്കും ആ കത്തി, എത്ര ഭംഗിയായിരിക്കും അതിനെ കാണാൻ, എത്ര ശക്തിയായിരിക്കും അതിന്. എങ്ങനെയാണ് ആ ശക്തി കിട്ടിയത്? എങ്ങനെയാണ് ആ മൂർച്ച കൈവന്നത്? അതിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ്, അത് ചിലതൊക്കെ അനുഭവിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാകട്ടെ, രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അവിടെ നിന്നാണ് നമ്മളായത്. അവിടെ നിന്നാണ് നമ്മളായത്. ഈ ഒരു ഉൾവെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തരുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നൊരു സമാധാനമാണ്. കാരണം അതാണ് വേദഗ്രന്ഥം നമ്മോട് പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരു ജീവിതം തന്നത് എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ജീവിതം തന്നതിൻ്റെ ഉദ്ദേശ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത് എന്നറിയാനാണ്. അതിനാണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത്. അതിനാണ് നമുക്ക് വാഹനം തന്നത്. അതിനാണ് നമുക്ക് ശരീരം തന്നത്. അതിനാണ് നമുക്ക് ആയുസ് തന്നത്. അതിനാണ്
നമുക്ക് ആരോഗ്യം തന്നത് അതിനാണ്, നമുക്ക് പണം തന്നത് അതിനാണ്, കണ്ണ് തന്നത്, നാവ് തന്നത്, കാത് തന്നത്, കൈകാലുകൾ തന്നത്. അള്ള എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മുഴുവനും അമലു സ്വാലിഹ് ചെയ്യാനാണ്, നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാനാണ്. വ്യക്തമാണ് ആ കാര്യം. നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ കീശയിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ, ഇതൊരു അനുഗ്രഹമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഗതി ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആളുകൾക്ക്. ഇതൊരു സൗഭാഗ്യമല്ല. ഇതിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കൂലേ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ആ ലോകത്ത് ചോദിക്കുന്നതാണ്. വെറുതെ ഒരു ഉദാഹരണം പറയാം. ഈ ഒരു സംഗതിയെക്കുറിച്ച് അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കൂല. എന്താണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടിലാകുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് വരും, സുബഹ നേരത്തൊരു മെസ്സേജ് വരും. നമുക്കറിയാം ചിലപ്പോൾ അത് തുറന്നു നോക്കില്ലല്ല. കാരണം ഒന്നുകിൽ ഒരു ഖുർആൻ്റെ ആയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹദീസായിരിക്കും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ളൊരു പ്രോവർബോ ഒരു പണ്ഡിതൻ്റെ വചനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പലപ്പോഴും തുറന്നു നോക്കുന്നില്ല. ആരാ അത് അയക്കുന്നതെന്ന് അറിയാം നിങ്ങൾ? കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധനായ ഒരു കച്ചവടക്കാരനാണ്. മിഠായി തെരുവിലെ വലിയ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് എന്ന പ്രസിദ്ധമായൊരു സ്ഥാപനം നടത്തുന്ന അതിൻ്റെ ഉടമയാണ്. ഡോക്ടർ MK മുനീറിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാണ്. ഇതിൽ പലരും അറിയുന്നുണ്ടാവും അദ്ദേഹത്തെ. റഷീദ് ഖാൻ എന്ന് പറയും. റഷീദ് ഖാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഫോണിലുള്ള മിക്ക നമ്പറുകളിലേക്കും അയച്ചു കൊടുക്കുന്നത് ആ ദിവസത്തിലേക്കുള്ളൊരു തോട്ടാണ്. ഒന്നുകിൽ ഒരു ഖുർആൻ്റെ വചനം, അല്ലെങ്കിൽ ഹദീസ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു നല്ല ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു വചനം. ഇതാണ് അദ്ദേഹം അയക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളെ അള്ളാഹിൻ്റെ അടുത്ത് ഞാനും എത്തും, നിങ്ങളും എത്തും, അദ്ദേഹം എത്തും. നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കും. നമുക്ക് പറയാനുള്ളതിലേറെ മറുപടി അദ്ദേഹത്തിന് പറയാനുണ്ടോ? അത്രയേ ഉള്ളൂ. നമുക്ക് പറയാനുള്ളതിനേക്കാൾ മറുപടി അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഇതാണ്. എന്തൊക്കെ അള്ള തന്നുണ്ടോ അതുകൊണ്ടൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് പ്രിയങ്കരമായ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യുക. ഒന്നും വെറുതെ തരുന്നില്ല എന്ന്. ഒരു കാര്യവും വെറുതെയല്ല. ആ കാര്യം കൊണ്ട് സമ്പാദിക്കുവാനുള്ള നന്മയുടെ വലിയ സാധ്യതകൾ ഒരുക്കി തന്നിട്ടാണ് അള്ള പറയുന്നത് അതുകൊണ്ട് നന്മ ചെയ്യൂ എന്ന് പറഞ്ഞത്. സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. സമയം. മരിച്ചവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? സമയം. നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? സമയം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം അതിമനോഹരമായൊരു ഉദാഹരണം മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏത് കാലത്തും ജീവിക്കുന്ന മനുഷ്യന് ഉദാഹരിക്കാവുന്ന മനോഹരമായ ഒരു ഉപമയാണ് അദ്ദേഹം നൽകുന്നത്. ഒരു മനുഷ്യനെ ഒരു വന്യമൃഗം, സിംഹം ഓടിക്കാണ്. സിംഹം പിറകെ കൂടി ഇദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയാണ്. ആ ജീവനും കൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ ഒരു കിണറ്റിൽ ചെന്നിട്ട് അദ്ദേഹം വീണു. ആ കിണറ്റിലേക്കുള്ള വീഴ്ചക്കിടയിൽ 2 വള്ളിയിൽ അദ്ദേഹത്തിന് പിടുത്തം കിട്ടുകയാണ്. 2 വള്ളിയിൽ പിടുത്തം കിട്ടിയതോടുകൂടി കിണറ്റിലേക്ക് വീണതുമില്ല, ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആ മനുഷ്യന് വല്ലാത്തൊരു സമാധാനം. ആ സമാധാനത്തിൽ കിതപ്പ് മാറിയിട്ട് താഴെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കിണർ നിറയെ വലിയ സർപ്പങ്ങൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇരയെ കിട്ടാൻ കാത്തിരിക്കുന്ന പാമ്പുകളുണ്ട് ആ കിണർ നിറയെ. മുകളിലേക്ക് നോക്കുമ്പോഴോ അദ്ദേഹത്തെ ഓടിച്ചു വിട്ട ആ സിംഹം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഇദ്ദേഹം വരുന്നതും കാത്ത്. മാത്രമല്ല അദ്ദേഹം പിടിച്ച ആ 2 വള്ളികളിൽ ഒരു വള്ളിയിൽ ഒരു കറുത്ത എലിയും മറ്റേതിൽ ഒരു വെളുത്ത എലിയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരിക്കാം മനുഷ്യൻ്റെ ഒരു അവസ്ഥ? ഏറ്റവും നല്ലൊരു ഗുരുനാഥന്മാരിൽ ഒരാളാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് പഠിപ്പിച്ചു തരാണ് എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. പക്ഷെ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീഴുന്നത്. ആ തുള്ളി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നാവ് കൊണ്ട് നോക്കുന്ന സമയത്ത് ആ തുള്ളി അദ്ദേഹത്തിൻ്റെ നാവിൽ തട്ടി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് അതൊരു തേൻതുള്ളിയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേന് നിറഞ്ഞ് തുളുമ്പിയിട്ട് ഓരോ തുള്ളി ഇങ്ങനെ വന്ന് വീഴാണ്. ആ മനുഷ്യനെല്ലാം മറന്നുപോയി. ആ തേൻതുള്ളിയുടെ അനുഭൂതിയിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി. മുകളിൽ നിൽക്കുന്ന സിംഹത്തെ മറന്നുപോയി, താഴെയുള്ള പാമ്പുകളെ മറന്നുപോയി, ആ കറുത്ത എലിയെയും വെളുത്ത എലിയെയും അയാൾ മറന്നുപോയി. എന്നിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയാണ്, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ചെറിയ ചെറിയ രസങ്ങളുടെ, സുഖങ്ങളുടെ, ആനന്ദങ്ങളുടെ പിറകിൽ സഞ്ചരിച്ച് വളരെ ഗൗരവതരമായ കാര്യങ്ങളിൽ നിന്ന്
മനുഷ്യരെ പിറകോട്ട് പോകുന്നു, മറന്നു പോകുന്നു. ആ കറുത്ത എലിയും വെളുത്ത എലിയും ഉണ്ടല്ലോ, അത് രാവും പകലുമാണ്, രാവും പകലും. ഒരു അറബി കവി പാടുന്നുണ്ട്, വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹർ വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര ആരോഗ്യമുള്ള ആളുകളാ, ഒരു രോഗം ഉണ്ടാവില്ല, പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എത്ര രോഗികളാ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴും അവർ ദീർഘകാലം പിന്നെയും ജീവിക്കുന്നു. വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയ. എത്ര ചെറുപ്പക്കാരാണ്, നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, വളരെ അലസ മനസ്സോടുകൂടി അവർ ജീവിക്കുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവൻ്റെ മരണപ്പുതപ്പുണ്ടല്ലോ, കഫൻ പുടവ, അത് തൊട്ടടുത്ത ഷോപ്പിൽ റെഡിയായിട്ടുണ്ട് എന്നവൻ അറിയുന്നില്ല. ഒരു കവി പാടുകയാണ്, എത്ര യാഥാർത്ഥ്യമാണിത്. മരണത്തിൻ്റെ വിളിനാഥം ഒട്ടും അകലെയല്ലാതെ ജീവിക്കുന്ന, ICUയിൽ കിടക്കുന്ന ഒരു രോഗിയെ പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ ഹോസ്പിറ്റലിൽ ICU ഉണ്ടാവുമല്ലോ, അവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? അടുത്തൊരു നിമിഷത്തെക്കുറിച്ചുള്ള അയാളുടെ ആകുലത എത്ര വലുതായിരിക്കും. ആ ആകുലതയോടുകൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത്. കാരണം അടുത്തൊരു നിമിഷത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കുക. സയൻസ് എത്ര വളർന്ന് വലുതായിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് ശാസ്ത്രം. പക്ഷെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഇത് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞതാ. ആ നിമിഷം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അദൃശ്യകാര്യങ്ങളുടെ മുഴുവൻ താക്കോല് അത് പൂട്ടിയിട്ട് അള്ളാഹു കയ്യിൽ വെച്ചിരിക്കുകയാണ്, ഒരാൾക്കും അത് കൊടുക്കില്ല. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ കാഴ്ചക്ക്, നമ്മുടെ കേൾവിക്ക് ഒക്കെ ഒരു കപ്പാസിറ്റി അത് തന്നുണ്ട്, അതിനപ്പുറത്തേക്ക് കഴിയൂല. കണ്ണിനൊരു കപ്പാസിറ്റി ഇല്ലേ? വിബ്ജിയോർ മാത്രമേ കണ്ണിന് കാണാൻ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിൻ്റെ ഇപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് കാണാൻ കഴിയില്ല. വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണാൻ കഴിയില്ല. എന്നാൽ നമ്മളതിനെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. ഈ വിബ്ജിയോർ മാത്രമേ നമ്മളെ കണ്ണിന് താങ്ങാൻ കഴിയുള്ളൂ. കാതിനൊരു കപ്പാസിറ്റി ഇല്ലേ? 20,000-20,000 ഇടയ്ക്കുള്ള ഹെഡ്സ്, അതിൻ്റെ ഫ്രീക്വൻസി മാത്രമേ കാതിന് കേൾക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. അതിനപ്പുറത്തേക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനുണ്ട്. ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടിച്ചു പോകും, കാരണം അത് താങ്ങാൻ നമ്മുടെ കണ്ണിന് കഴിയില്ല. ചില സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ കാതടച്ചു പോകും, താങ്ങാൻ കഴിയില്ല. അങ്ങനെ താങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനുണ്ട്. അതിലൊന്നാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അറിയില്ല. എത്ര അനിശ്ചിതത്വമാണ് ജീവിതം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്, ഇനി എത്ര കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ പോലുമില്ല. എപ്പോൾ ഇതാണ്ട് അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ പോലുമില്ല. എത്ര അനിശ്ചിതത്വമാണ് ഈ ജീവിതം. എങ്കിൽ ജീവിതത്തിനെ ഹൃദ്യമാക്കുന്ന, അർത്ഥവത്താക്കുന്ന, വളരെ നിസ്സാരമായ ആയുഷ്കാലത്തെ ഒട്ടും നിസ്സാരമല്ലാതാക്കി മാറ്റുന്നത്, ആ ആയുഷ്കാലത്ത്, ആയുസ്സിൽ നമ്മൾ എന്ത് ചെയ്തു എന്നത് മാത്രമാണ്. പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ. ഇമാം ഖസാലി തന്നെ പറയുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണെങ്കിൽ, ഒരു ദിവസം, ഒറ്റ ദിവസം ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ആയുസ് കൊടുത്താൽ, ഒറ്റ ദിവസം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചുകൊണ്ടുപോകും. ആ ഒരു ദിവസം ആയുസ് കൊടുത്താൽ ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് ഗസാലി ഇമാം ചോദിക്കുകയാണ്. ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഒരു സംശയമില്ല, അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ആ സമയം കൊണ്ട് എന്തൊക്കെ, പണം കൊണ്ടാകട്ടെ, ശരീരം കൊണ്ടാകട്ടെ, കണ്ണുകൊണ്ടാകട്ടെ, നാവ് കൊണ്ടാകട്ടെ, അയാൾ നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകും. കാരണം മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ. അതാണ്, മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആയുസ്സിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യം. കുറച്ചു കാലം നമ്മൾ ഈ ജിദ്ദയിൽ ജീവിക്കണമെന്നത് നമ്മുടെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുകയും മഴീശത്ത് തേടുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? അല്ല സഹോദരങ്ങളെ,
വളരെ ഗൗരവതരമായ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലിലുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അറ്റത്ത് താമസിക്കുമ്പോഴും നമ്മുടെ ചുമലിൽ അള്ളാഹു നൽകിയിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മുടെ പണം ഉണ്ടാക്കുക, അന്നം തേടുക എന്നുള്ളത് മാത്രമല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിലമതിക്കാനാവാത്ത പ്രവർത്തനമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. വിശുദ്ധ ഖുർആൻ ഒരാൾ കണ്ടെത്തുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് അയാൾ കണ്ടെത്തുന്നത്. ആ വെളിച്ചം കണ്ടെത്താത്തിടത്തോളം കാലം അയാൾ ഇരുട്ടിലായിരിക്കും. അയാളുടെ ജീവിതമാകെ ഇരുട്ടിലായിരിക്കും. ആ വെളിച്ചമെങ്ങാനും വന്നു കഴിഞ്ഞാലോ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു പ്രകാശമുണ്ട്, വല്ലാത്തൊരു പ്രകാശം.